ലേലത്തിൽ വെച്ച് വിറ്റാൽ കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ കിട്ടിയേക്കാൻ കേട്ടോ. ഹായ് എവ്രിവൺ, ഞാൻ ഇന്ന് നിൽക്കുന്നത് രാജഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. ഒരുപാട് അഭിമാനത്തോടും അതിലേറെ എക്സൈറ്റ്മെന്റോടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. നമുക്ക് കാണാൻ ഇവിടെ വാശിയേറിയ മാച്ചസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അമേസിംഗ് ആയിട്ടുള്ള, അതിനേക്കാളും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോൺടെസ്റ്റിന്റെ ഗീവ് അവേ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്ത് അവർക്കുള്ള വണ്ടർഫുൾ ഗിഫ്റ്റ്സ് കൊടുക്കുന്ന ഒരു സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിക്കോസ് നിങ്ങൾ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് is at an unforgettable moment in the history of Kochi Blue Tigers, the pride of Kochi. ഈ ഒരു ജേർണിയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. ബിക്കോസ് ഇന്ത്യയിലെ തന്നെ ഡൈ ഹാർഡ് ക്രിക്കറ്റ് ഫാൻസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും സ്വന്തം, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണുന്ന, ആരാധിക്കുന്ന സാക്ഷാൽ MS ധോണിയെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത് അല്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ പറഞ്ഞൊരു ബോളും ബാറ്റും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലോ? Isn't that exciting? Join me. Kochi Blue Tigers in the most excited and awaited ആയിട്ടുള്ള ഗീവ് അവേ ആണ്. എന്താണ് ഈ ഒരു സ്പെഷ്യൽ ഗീവ് അവേ കോൺടെസ്റ്റിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും MS ധോണി. ഈ മനുഷ്യനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എത്ര കാലം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പോൾ ഞാനൊരിക്കൽ ജിയോയിൽ കമൻട്രി പറയാൻ പോയ സമയത്ത്, IPL കമൻട്രി പറയാൻ പോയ സമയത്ത്, മലയാളം കമൻട്രി പറയാൻ പോയ സമയത്ത്, അപ്പോൾ അന്ന് ചെന്നൈ ഹോട്ടൽ ധോണി താമസിക്കുന്ന അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വെളിയിൽ നിന്ന് ഭയങ്കര, സാധാരണ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭയങ്കര സെക്യൂരിറ്റി പ്രശ്നമുള്ളത്, എന്നിട്ട് ഒരു ഭീകര ക്രൗഡ് ഇദ്ദേഹം വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന്, ബാക്കി എല്ലാവരും പോയി, ജഡേജ, നമ്മുടെ ഫ്ലെമിങ്, ഇവരൊക്കെ പോകുന്നുണ്ട്. അപ്പം മിന്നായം പോലെ ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് പാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റ് ഒക്കെ നമ്മൾ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കണ്ടതിൽ നിന്ന് പിന്നീട് അദ്ദേഹമായിട്ട് ഒരു പരസ്യം ഒരുമിച്ച് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചു. അത് ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമായിട്ടാണ് ലഭിച്ചത്. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് ധോണി ഇഷ്ടപ്പെടും. ഞാൻ മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും ധോണി സൈൻ ചെയ്ത ഒരു ബാളും ഒരു ബാറ്റുമാണ് നമ്മൾ ഇന്ന് ഗീവ് അവേയിൽ കൊടുക്കുന്നത്. ധോണി സൈൻ ചെയ്ത ഒരു ബോളിന്റെ മഹത്വം അറിയണമെന്നുണ്ടെങ്കിൽ ധോണിയെ ഇഷ്ടപ്പെടുന്ന ഒരാളെടുത്ത് ചെന്നിട്ട് അതിന്റെ വില പറഞ്ഞാൽ ആ വില ഒരുപക്ഷെ നമുക്ക് വിലമതിക്കാനാവാത്ത വിലയുള്ള സംഭവമായിരിക്കും. അത്രയും അതെ, അതിനൊന്നും നമുക്ക് ഒരിക്കലും വിലയിടാൻ പറ്റത്തില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും ഇവരുടെയൊക്കെ ജേഴ്സിക്ക് വരുന്ന വില, ഇവരുടെ സൈൻഡ് പ്രോപ്പർട്ടീസിന് വരുന്ന വില, അത്രയും ഒരു ഹ്യൂജ് ഒരു സംഭവം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൈഡ് ഓഡിയൻസിനെ നമ്മുടെ പേജിലേക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എത്തിക്കാം. കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് 2-3 ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഞങ്ങളിവിടെ ഫോക്കസ് ചെയ്തത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്, ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഭാവി ക്രിക്കറ്റിലേക്ക് സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ധോണി സൈൻ ചെയ്തൊരു ബോൾ എന്ന് പറയുന്നത്. അവർക്ക് ലോകത്തിന്റെ ഏത് കോണിലും കൊണ്ടും ഇത് കാണിച്ചിട്ട് പറയാമല്ലോ, ഈ സൈൻ ചെയ്തേക്കുന്ന ധോണിയാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. അത്രയും ഒരു വലിപ്പം അതിനുണ്ട്. ആ വലിപ്പം, ആ മൂല്യത്തോടു കൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ കിട്ടുന്ന ആൾക്കാർ. അയ്യോ, ഇതൊരു കേവലം 500 രൂപയുടെ ബോളാണെന്ന് കരുതിയിട്ട് കാര്യമില്ല. അത് അവിടെ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ബ്ലൂ ടൈഗേഴ്സ് ഹോട്ടൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യവസായികളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് സുഭാഷ് ഏട്ടൻ എന്ന് പറയുന്ന UK വ്യവസായി, അദ്ദേഹത്തിന് ഒരു വിഷണറിയാണ് കുറച്ചുകൂടെ മറ്റു കാര്യങ്ങൾ. അതായത് സ്വന്തം നേട്ടത്തെക്കാട്ടി ഉപരി തന്റെ സമ്പാദ്യം നാടിന് വേണ്ടി ഭാവിയിൽ വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. അയാൾ തന്റെ സമയം കണ്ടെത്തിയിട്ട് ഇപ്പൊ ക്രിക്കറ്റ്, നമ്മളൊരു കാലഘട്ടത്തിൽ ക്രിക്കറ്റ് TV-യിൽ കണ്ടുകൊണ്ടിരുന്ന പലരെയും കളി നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് ആ ഒരു 80 കാലഘട്ടത്തിൽ കണ്ട് ആസ്വദിച്ചിരുന്ന നമ്മളുടെയൊക്കെ കുട്ടികൾക്ക്, നമ്മുടെ മക്കളുടെ, അതായത് വരും തലമുറയുടെ കളി നമുക്ക് നേരിൽ കാണാനുള്ള ഒരു അവസരം ഇപ്പം ബ്ലൂ ടൈഗേഴ്സിലൂടെ ലഭിക്കുന്ന ഒരു അവസരം, അല്ലെങ്കിൽ KCL-ലൂടെ ലഭിക്കുന്ന ഒരു അവസരം പതിയെ IPL-ലേക്കും, ഇപ്പൊ തന്നെ IPL-ൽ 16ഓളം പേരെ നമ്മുടെ KCL-ന്റെ ഭാഗമായിട്ട് അവർ ഓഡിഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രാക്ടീസ് ഇതിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് വിഷ്ണു ഉൾപ്പെടെയുള്ള കുറച്ച് പേർക്ക് സെലക്ഷൻ കിട്ടി. അപ്പൊ അതൊരു ഭയങ്കര ഭീകര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതിലേക്കൊരു വലിയൊരു ഇനിഷ്യേഷൻ ആയിരുന്നു ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. പിന്നെ ഒരു കൊച്ചിയുടെ ഒരു സ്വന്തം ടീം എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്നുള്ളത് പ്രൈഡ് ഓഫ് കൊച്ചി തന്നെയാണ്. തീർച്ചയായിട്ടും പ്രൈഡ് ഓഫ് കൊച്ചി മാത്രമല്ല, പ്രൈഡ് ഓഫ് കേരള എന്ന് ഭാവിയിൽ പറയണം, പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് ഭാവിയിൽ പറയണം. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ക്രിക്കറ്റ് ലവേഴ്സ് ആൻഡ് ഡൈ ഹാർഡ് ഫാൻസ് ഓഫ് ദി ഗെയിം, welcome to an unforgettable moment in the history of Kochi Blue Tigers, the pride of Kochi. So ladies and gentlemen, ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് KCL ലീഗ് അതിന്റെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു അമേസിംഗ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗിവ് അവേ കോൺടെസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. ആൻഡ് ഹിയർ we are here today to give away amazing gifts for our luckiest giveaway winners. So അതിനു വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് is none other than legendary, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമല്ല, അഖിൽ മാരാർ. Ladies and gentlemen, അഖിൽ മാരാർ അത്രയും മതി. ലെജൻഡ്, എവിടുത്തെ ലെജൻഡ്? ഒരാളെ സൂചിപ്പിക്കുന്ന ഒരു പരിധിയൊക്കെ ഇല്ലേ? ഓക്കെ, സോ നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ വെൽക്കം ചെയ്യാം. അപ്പം നമുക്ക് ധോണി സൈൻ ചെയ്ത
ബോളാണിത്. ഈ ഒരു ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി വരുന്നത് is none other than നമ്മുടെ ലക്കി വിന്നർ മിസ്റ്റർ ജയരാജ് ഫ്രം ആലപ്പുഴ. ജയരാജ് ആലപ്പുഴ ഓടി വരും. കൺഗ്രാറ്റുലേഷൻസ് ജയരാജ്. അപ്പം ധൈര്യമായിട്ട് സൂക്ഷിച്ചോ. ഞാൻ തന്നെ ആരെങ്കിലൊക്കെ സെറ്റ് ചെയ്ത് 2-3 ലക്ഷത്തിന് കിട്ടിയത്. അടുത്തതായി MS ധോണി സൈൻ ചെയ്ത ബാറ്റ് റിസീവ് ചെയ്യുന്ന ദാറ്റ് ലക്കി വിന്നർ മിസ്റ്റർ പ്രണവ് ഫ്രം കൊല്ലം. വീണ്ടും കൊല്ലം. ബാറ്റും കിട്ടി ബോളും കിട്ടി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഭാഗമാണെങ്കിലും കൊല്ലം എനിക്കൊരു വികാരമാണ്. Ladies and gentlemen, ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് is those lucky winners who is going to get this exclusive cricket kit from Kochi Blue Tigers, the pride of Kochi. So നമുക്ക് വെൽക്കം ചെയ്യാൻ Mr. Kevin Roy from Trivandrum. Mr. Ashwin Thambi from Kochi. നമ്മുടെ അടുത്ത winner is from Calicut, Mr. Nias PC from Calicut. Hanin from Malappuram. ക്രിക്കറ്റ് പ്ലേയേഴ്സിനേക്കാളും ഉപരി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമ്മുടെ യൂത്തിന് പ്രൂവ് ചെയ്ത് തന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സോ ഗുബ്രിയൽ, ഹായ്, ഇറ്റ്സ് എ പ്ലഷർ മീറ്റിംഗ് യു. സോ ഇന്ന് നമ്മൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഒരു ഹോൾ ടീമിന്റെ ഒപ്പമാണ്. അവർ കൊടുത്തൊരു എക്സൈറ്റിംഗ് ഗീവ് അവേയുടെ ഒരു പാർട്ടാവാൻ പറ്റി. സോ എങ്ങനെയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഈ ഒരു ബോണ്ട് ഷെയർ ചെയ്യാൻ പറ്റിയത് എങ്ങനെയായിരുന്നു? ദാറ്റ് ജേർണി ഒന്ന് ഷെയർ ചെയ്യാമോ? അതെ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ KCL ലോഞ്ച് ചെയ്തത്. കേരളത്തിൽ ഫസ്റ്റ് സീസൺ ആയിരുന്നു KCLന്റെ. അപ്പോൾ നമ്മുടെ സുഭാഷ് സാറിന്റെ ഓണർഷിപ്പിൽ വന്ന ടീമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. പറഞ്ഞല്ലോ, ബേസിലേട്ടനായിരുന്നു ഇതിന്റെ ഐക്കൺ പ്ലെയർ. ഞാൻ ബേസിലേട്ടനായിട്ട് ഭയങ്കര ബോണ്ട് ഷെയർ ചെയ്യുന്നത്. എനിക്കൊരു ഇവിടെ നാട്ടിലാണ് ഭയങ്കര ബ്രദർലി ബോണ്ടുള്ള ആളാണ് ബേസിലേട്ടൻ. ഞാൻ ആദ്യമേ ചേട്ടനെ വിളിച്ചു, ചേട്ടാ അങ്ങനെ ചേട്ടാ വാടാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞങ്ങൾ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. വന്നപ്പോൾ തന്നെ നമുക്ക് വന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരും ഒരു മാനേജ്മെൻ്റ് ആണെങ്കിലും കോച്ചസിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പ്ലെയേഴ്സ് ആണെങ്കിലും ആ ഭയങ്കര ഒരു ബോണ്ടിങ് നമുക്ക് ഇനീഷ്യലി ഫീൽ ചെയ്തു. അതായത് നമുക്കിപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ടീമിൻ്റെ അടുത്തേക്കാണ് ചെല്ലണമെന്നുള്ളൊരു ഫീൽ നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ നേരെ ചെന്ന് തന്നെ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ഭയങ്കര ഒരു ബോണ്ടിങ് ഉള്ള ടീമായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അപ്പോൾ അവരുടെ ഇതുപോലെ ഗീവ് അവേസ് ആണെങ്കിലും ഇത് പറഞ്ഞ പോലെ ഗീവ് അവേസ് കൊടുത്തേക്കുന്ന മഹിബായുടെ ഓട്ടോഗ്രാഫുള്ള ബാറ്റ്, ബോൾ, അതുപോലെ നമ്മുടെ ക്രിക്കറ്റിന് കളിക്കുന്ന പിള്ളേർക്കുള്ള കിറ്റ് ബാഗ്സ്, ആ സംഭവം തന്നെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ക്രിക്കറ്റ് എന്താണോ, ക്രിക്കറ്റിനെ അറിയാവുന്നവരാണ് ചെയ്യുന്നേക്കാൻ മൊത്തം കാര്യങ്ങൾ. അത് നമുക്ക് അങ്ങനെ ഒരു ടീം നമുക്ക് നമ്മളെ ഹെഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആശ്വാസമാണ്, നമുക്ക് ഭയങ്കര ഓപ്പൺ ആണ്. നമുക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസോ ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസിനിടയിൽ എന്തെങ്കിലും ആവശ്യമാണെങ്കിലോ ധൈര്യമായിട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സുഭാഷ് സാറാണ് നമ്മുടെ മാനേജ്മെന്റ് ആണെങ്കിലും കൊച്ചി ടൈഗേഴ്സ് അപ്രോച്ച് ചെയ്ത് അപ്പം തന്നെ നമുക്കത് സാധിച്ചത്. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയുള്ളൂ അറിയാം. ഒരു പക്ക കോർപ്പറേറ്റ് ഓണേഴ്സിനേക്കാൾ ഒരു ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഹെഡ് ചെയ്യാൻ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിനും ഇന്ന് എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു അപ്കമിങ് എന്താ പറയുക ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള എന്ന് തന്നെ പറയണം അല്ലേ, അവർ ഫാൻസ് മാത്രമല്ല. നമ്മളിന്ന് സംസാരിച്ചപ്പോൾ അവരിൽ മിക്കവരും ക്രിക്കറ്റിനെ പറ്റി ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു, ചെറിയ യൂത്ത് ആയിരുന്നു. സോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലും താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഡേ. നൈസ് മീറ്റിംഗ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ബോണ്ട് ആൻഡ് അസോസിയേഷനെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അതിനുമുമ്പ് ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഒരു മികച്ച ദിവസം എന്നല്ല എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ സംബന്ധിച്ച് പേഴ്സണലി അച്ചീവ് ചെയ്യാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ
പുതിയ കുട്ടികളെ സംബന്ധിച്ച്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ബ്ലൂ ടൈഗേഴ്സിന്റെ ദിവസമല്ല, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും, കേരളത്തിലെ എല്ലാവരുടെയും സ്വപ്നങ്ങളിൽ ഒന്നൊക്കെ എന്ന് പറയാൻ പറ്റുന്ന അതാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ കാണുന്നത്. ഇത്രയും നാളായിട്ട് എന്റെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നമ്മുടെ 2011 വേൾഡ് കപ്പ് അന്ന് ധോണി വിൻ ചെയ്തത് ഒരു ചെറിയ കുട്ടിയായിട്ടിരുന്ന് കണ്ടിട്ട് നൗ പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോ ഇപ്പോ അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മളെല്ലാവരും ആരാധിക്കുന്ന MS ധോണിയെ കാണാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ധോണിനെ ഇത്ര ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം? ഈ മറ്റു ക്രിക്കറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ധോണി ഈക്വൽ ടു വിശ്വാസം എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ക്രീസിൽ നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ ജയിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്.